ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചിക്കൻ ഉമ്മുക്കുലുസുമായിട്ടാണ്. ഉമ്മുക്കുലുസു ഒരു കുക്കർ ചിക്കനാണ്. കാണാൻ അടിപൊളിയാണ്, രുചിയാണെങ്കിലോ അതിലും അടിപൊളിയാണ്. അപ്പോൾ ഈസിയായി തനി നാടൻ സ്റ്റൈലിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വീട്ടിൽ ചിക്കൻ ഉമ്മുക്കുലുസു എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഒരു ഫുൾ ചിക്കൻ എടുക്കാം. കഴുകി വൃത്തിയാക്കി എല്ലാ ഭാഗവും കത്തി കൊണ്ട് മസാല പിടിക്കാനായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ഇനി മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് 2 വലിയ സ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 6 വറ്റൽമുളക് എന്നിവയിട്ട് അല്പം ഒന്ന് വറുത്തെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഈ പൊടിച്ച മിക്സിയിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, അതോടൊപ്പം 3 തണ്ട് മല്ലിയില, ഒരു നാരങ്ങയുടെ നീര്, കുറച്ച് പഴുത്ത കാന്താരി മുളക് കളറിനും ടേസ്റ്റിനും വേണ്ടിയാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഒന്നുകൂടി കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചു കിട്ടിയ പേസ്റ്റിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ തൈര് എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് വീട്ടിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇത് നന്നായിട്ട് കുഴച്ച് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാം. ഇതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് മസാല പുരട്ടാം. അതിനുശേഷം 2 മണിക്കൂർ മസാല പിടിക്കാനായിട്ട് വയ്ക്കാം. കഴിയുന്നതും തലേ ദിവസം തന്നെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കൂടുതൽ ടേസ്റ്റ് തരും. മസാല പുരട്ടി കഴിഞ്ഞു. ഇനി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ചിക്കൻ മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു ഫിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചാൽ മതി. കുക്കറിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചിക്കൻ അടിയിൽ പിടിക്കാതിരിക്കാനായി ഒരു വാഴയില കൂടി അടിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചും എല്ലാ സൈഡും നല്ലതുപോലെ മൊരിച്ചെടുക്കാം. കുക്കറിൽ ഇങ്ങനെ ചിക്കൻ തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഞാനൊരു കുക്കർ ചിക്കൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ കൊടുക്കാം. നിങ്ങളത് കയറി കണ്ടു നോക്കൂ. ഉമ്മുക്കുലുസു തയ്യാറാക്കാനുള്ള ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് വയ്ക്കാനുള്ള ഉള്ളി മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണയിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് അല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് എന്നിവ കൂടി ഇട്ടുകൊടുത്ത് അല്പം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വെന്ത് വരുമ്പോൾ ചിക്കനിൽ നിറയ്ക്കാനുള്ള ഉള്ളി മസാല റെഡിയാകും. ഈ ഉള്ളി മസാലയിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ട കൂടി ഇട്ടുകൊടുക്കാം. ഇനി ഈ മസാല ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാം. ഇനി നമുക്ക് ഉമ്മുക്കുലുസു തയ്യാറാക്കാം. ഉമ്മുക്കുലുസുവിനെ സുന്ദരിയാക്കാൻ ഒരു പുഴുങ്ങിയ മുട്ടയെടുത്ത് അതിൽ ഗ്രാമ്പു കൊണ്ട് കണ്ണും മൂക്കും വച്ചു കൊടുത്ത് അലുമിനിയം ഫോയിൽ കൊണ്ട് ഒരു തട്ടവും ഇട്ട് കൊടുക്കാം. നിങ്ങൾ സുന്ദരിയാക്കുന്ന നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായല്ലോ. നമ്മുടെ ഉമ്മുക്കുലുസു സുന്ദരിയാണ്, അതോടൊപ്പം ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടത്തിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.